ഹരേ കൃഷ്ണ. ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അന്യായം സംഭവിച്ചു എന്ന് തോന്നിയാൽ ആ ഒരവസ്ഥ ആ വ്യക്തിയുടെ മനസ്സിൽ വലിയ ആഘാതങ്ങൾ ഏൽപ്പിക്കുന്നു. സമസ്ത പ്രപഞ്ചവും ആ വ്യക്തി തൻ്റെ ശത്രുക്കളാകുന്നുവെന്ന് പ്രതീതമാകുന്നു. അന്യായം അനുഭവിക്കേണ്ടി വന്ന അവസ്ഥ എത്രത്തോളം വലുതാണോ അതനുഭവിച്ച മനുഷ്യരുടെ ഹൃദയവും അത്ര തന്നെ അതിനോട് പ്രതികരിക്കുകയും ചെയ്യുന്നു. ആ പ്രതികാരത്തിൻ്റെ ഉത്തരമായിട്ട് അവർ ന്യായം ആവശ്യപ്പെടുന്നു. തീർച്ചയായും അത് വേണ്ടത് തന്നെയാണ്. വാസ്തവത്തിൽ സമൂഹത്തിൽ ഉണ്ടാകുന്ന ഏത് വിധത്തിലുള്ള അന്യായമാണെങ്കിലും അത് വ്യക്തിയുടെ അവസ്ഥയെയും വിശ്വാസത്തെയുമാണ് നശിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ന്യായമെന്നാൽ എന്താണ്? ന്യായത്തിൻ്റെ അർത്ഥവും എന്താണ്? അന്യായം ചെയ്തവനിൽ അവൻ ചെയ്ത കർമ്മത്തിൽ പശ്ചാത്താപമുണ്ടാകുക. അന്യായം സംഭവിച്ച വ്യക്തിയുടെ മനസ്സിൽ വീണ്ടും നീതിന്യായ വ്യവസ്ഥയിൽ വിശ്വാസമുണ്ടാവുകയും. ഇത്രയും അർത്ഥമല്ലേ ഉള്ളൂ ന്യായത്തിന്. എന്നാൽ ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ ധർമ്മമില്ലെങ്കിൽ ആ വ്യക്തി ന്യായത്തെ ഉപേക്ഷിച്ച് വൈരാഗ്യത്തെയും പ്രതികാരത്തെയും സ്വീകരിക്കുകയും ഹിംസയ്ക്ക് പകരമായി ഹിംസ എന്ന മനോഭാവമായി മുന്നോട്ടു പോകുകയും ചെയ്യുന്നു. സ്വയം അനുഭവിക്കേണ്ടി വന്ന വേദനകളേക്കാൾ ഇരട്ടിയിലേറെ വേദന നൽകുവാനുള്ള പ്രയത്നവും നടത്തുന്നു. അങ്ങനെ ഇത്തരം അവസ്ഥയിൽപ്പെട്ട് അന്യായം അനുഭവിച്ചവർ സ്വയം അന്യായം പ്രവർത്തിക്കുവാൻ ആരംഭിക്കുന്നു. ശീഘ്രം തന്നെ അവർ അപരാധികളായി മാറുന്നു. അതിനർത്ഥം ന്യായത്തിനും പ്രതികാരത്തിനുമിടയിൽ ഉള്ള അന്തരം തുലോം കുറവാണ്. ഈ കുറഞ്ഞ അന്തരത്തിൻ്റെ നാമമാണ് ധർമ്മം.